നമസ്കാരം. അപ്പം ഇന്ദ്രജിത്ത് സുകുമാരൻ്റെ ഒരു സിനിമ കണ്ടു. അതായത് ഫീൽഡ് ഔട്ടായി പോയ ഒരു നടനെ പിടിച്ച് വീണ്ടും ഫീൽഡ് ഔട്ടാക്കിയ ഒരു സിനിമയാണിത്. ഇന്ദ്രജിത്ത് സുകുമാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ് ഔട്ടായ ഒരു നടനാണ്. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വന്നിട്ട് വീണ്ടും പടുകുഴിയിലിട്ട്, അത് കുഴി വീണ ഒരാളെ പിടിച്ച് പടുകുഴിയിലോട്ടിട്ട ഒരവസ്ഥയാണ് ഈ സിനിമ. അപ്പം സംഭവം അങ്ങനെ പറയാൻ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഇപ്പോൾ ഒരുപാട് പടങ്ങളൊന്നും കിട്ടുന്നില്ല. പുള്ളി അധികം സിനിമകളൊന്നും കാണാറില്ല. പണ്ടൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന ഹരിശ്രീ അശോകനും ജഗദീഷും പിന്നെ മറ്റേ സുരേഷ് കൃഷ്ണ, ഇവർ വരെ ഇപ്പോൾ ഇഷ്ടംപോലെ സിനിമയിലുണ്ട്. എന്നിട്ടും ഇന്ദ്രജിത്ത് സുകുമാരനെ പോലുള്ള അത്ര കഴിവുള്ള ഒരു നടനെ ഇപ്പോൾ ഒരുപാട് പടങ്ങളൊന്നും കാണാറില്ല. പുള്ളി അധികം പടങ്ങൾ ചെയ്യാറില്ല. എനിക്കൊന്നും കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. ചെയ്യാറില്ല എന്നല്ല, കാരണം ഈ ഒരു പടുവാഴ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ പുള്ളിക്ക് പടം കിട്ടത്തില്ലെന്നാണ്. ഇപ്പോൾ ഈ എമ്പുരാൻ അനിയൻ ഡയറക്റ്റ് ചെയ്ത സിനിമയിൽ ചെറിയൊരു വേഷം കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ സിനിമ എന്തിനോ വേണ്ടി എടുത്തു വെച്ച ഒരു സിനിമ. ഇതിലും നല്ല സ്ക്രിപ്റ്റ് കൊണ്ടൊക്കെ എത്രയോ ചെറുപ്പക്കാർ ചാൻസ് ചോദിച്ച് നിൽക്കുന്നുണ്ട്. എത്രയോ കഥകൾ, നല്ല അടിപൊളി കഥകളുള്ള ആൾക്കാരുണ്ട് സ്ക്രിപ്റ്റ് എഴുതുന്നത്. ഇതുപോലൊരു ദാരുണമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റും സിനിമയും എടുക്കാൻ ഇവിടെ പണം മുടക്കാൻ ആളുണ്ടെന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു ഇത്. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ, ഒരു കല്യാണ വീട്ടിൽ നിന്ന് പെട്ടെന്നൊരു ന്യൂസ് വരുവാണ്. അനശ്വര രാജൻ്റെ കുടുംബമാണ് കാണിക്കുന്നത്. അവിടെ കല്യാണ ഒരുക്കങ്ങൾ നടക്കുവാണ്. അപ്പം ചെറുക്കൻ്റെ വീട്ടിൽ നിന്നൊരു ന്യൂസ് വരുന്നു, ചെറുക്കൻ ഒളിച്ചോടി പോയെന്ന്. അപ്പോൾ അനശ്വര രാജൻ ഈ ചെറുക്കനെ തപ്പി ഇറങ്ങുന്നതാണ് ഈ സിനിമ. അപ്പം വഴിയിൽ ഇന്ദ്രജിത്ത് സുകുമാരനെ കണ്ടുമുട്ടുന്നു. അതിനുശേഷം ഇവർ തമ്മിൽ ഒരുമിച്ച് അന്വേഷണത്തിന് ഇറങ്ങുന്നു. ഇതാണ് ഈ സിനിമ. പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു തിരുവനന്തപുരം ടൗണിൽ വന്നിട്ട് അന്വേഷിക്കുന്നു. ഇതാണ് സിനിമയുടെ ഒരു മെയിൻ പ്ലോട്ട്. ഇത് എന്തിനു വേണ്ടി എടുത്തു? ഈ സിനിമ കൊണ്ട് എന്താണ്, ആർക്കാണ് ഒരു ഗുണം? എൻജോയ് ചെയ്തിരുന്ന് കാണാൻ പറ്റിയെന്ന് ചോദിച്ചാൽ അതുമില്ല. ഒരു മെസ്സേജ് കിട്ടുമെന്ന് ചോദിച്ചാൽ അതുമില്ല. പിന്നെ ഒരു സിനിമ എന്ന പർപ്പസിൽ നിന്ന് നമുക്ക് എന്താണോ കിട്ടേണ്ടത് അതിനുള്ള യാതൊരുവിധ ഒരു ഇൻഫോർമേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു എലമെൻസും ഇല്ലാത്തൊരു സിനിമ. ഒരു നിർഗുണ പടം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. അതിൽ കൂടുതൽ ഈ സിനിമയെ പറ്റി എനിക്ക് അഭിപ്രായമില്ല. പിന്നെ ഇന്നത്തെ ഇടയ്ക്ക് പോലീസ് വേഷത്തിൽ രണ്ടുപേർ വരുന്നുണ്ട്. ഇങ്ങനെയാണ് പോലീസ്. എവിടെ ഇങ്ങനത്തെ ഒരു പോലീസിനെ കാണാൻ കഴിയുന്നത്? ഒരു തരത്തിലും കണ്ടിരിക്കാൻ പറ്റാത്തൊരു പടം. കണ്ടുപോയി, ക്ഷമിക്കുക. അപ്പോൾ കണ്ടുപോയി എൻ്റെ ഒരു വിലപ്പെട്ട സമയം കളഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് പറയുന്നത്. സമയം കളയാൻ താല്പര്യമില്ലാത്തവർ ഈ സിനിമ ഡൗൺലോഡ് ചെയ്ത് കാണാൻ പാടില്ല. അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഗുഡ് ബൈ. അടുത്ത വീഡിയോ കാണാം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ.